നമ്മുടെ എല്ലാവരുടെയും കൈവശമുള്ള നോട്ടൊക്കെ അബദ്ധത്തിൽ തുണി കഴുകുന്ന സമയത്ത് വാഷിംഗ് മെഷീനിലൊന്ന് അകപ്പെട്ടു പോയാലോ? അതും അല്ലെങ്കിൽ മഴയൊക്കെ ഉള്ള സമയത്ത് പുറത്തു പോകുമ്പോൾ നനഞ്ഞാലോ? ഒന്നുകിൽ അത് നാശമായി പോവുകയോ പാർഷ്യലായിട്ട് കീറിപ്പോവുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കീറിയ നോട്ടെടുത്ത് വെയിലത്തൊക്കെ വെച്ച് അല്ലെങ്കിൽ അടുപ്പിൻ്റെ ചുറ്റുമൊക്കെ കൊണ്ട് വെച്ചിട്ട് അത് ചൂടാക്കി എടുത്ത് വീണ്ടും യൂസ് ചെയ്തിരുന്ന ഒരു പഴയ കാലഘട്ടമൊക്കെ നമ്മളിൽ പലർക്കും ഉണ്ടായിരിക്കും. കടകളിൽ നിന്നൊക്കെ സാധനം വാങ്ങുമ്പോൾ ചിലപ്പോൾ ബാക്കി കിട്ടുന്ന നോട്ടുകൾ അത് പഴയ കീറിയ നോട്ടുകളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് അത് നേരെ ബാങ്കിൽ കൊണ്ടുപോകും. അത് അവിടെ നിന്ന് മാറി എടുത്തുകൊണ്ട് വരാറാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തരം നോട്ടുകൾ കാരണം റിസർവ് ബാങ്കിന് ഓരോ വർഷവും ഉണ്ടാകുന്ന നഷ്ടം എത്രയാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? കഴിഞ്ഞ ഒരൊറ്റ വർഷം കൊണ്ട് മാത്രം 2400 കോടി നോട്ടുകളാണ് അഴുക്ക് പുരണ്ടും കീറിയും ഉപയോഗശൂന്യമായതോടെ RBIക്ക് പിൻവലിച്ചത്. അപ്പോൾ ഈ ഭീമമായിട്ടുള്ള നഷ്ടം ഒഴിവാക്കാൻ ഇന്ത്യയിലെ നോട്ടുകൾ മുഴുവൻ പോളിമർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലേക്ക് മാറ്റുവാനായിട്ട് ഒരുങ്ങുകയാണ് സർക്കാർ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ മാറ്റാൻ പോകുന്ന ഈ ഒരു പ്ലാസ്റ്റിക് രൂപയുടെ പിന്നിലെ യഥാർത്ഥ വിവരങ്ങളും അതിനു പിന്നിലെ സാമ്പത്തിക ശാസ്ത്രവും നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിച്ച് നോക്കാം. വെൽക്കം ടു മൈ സയൻസ് ഗാരേജ്. നിങ്ങളുടെയൊക്കെ കയ്യിലിരിക്കുന്ന 500 രൂപ നോട്ടിൻ്റെ ഒരറ്റത്ത് ചെറുതായിട്ടൊന്ന് തൊട്ട് നോക്കുക. അത് വെറും ഒരു കടലാസല്ല, മറിച്ച് നൂറ്റാണ്ടുകൾ നീണ്ട സാമ്പത്തിക വിപ്ലവത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും കഥ പറയുന്ന 100% കോട്ടൺ ഫൈബറിൽ തീർത്ത ചരിത്രത്തിൻ്റെ കൂടി കഥയാണ്. രൂപ എന്ന വാക്ക് സംസ്കൃതത്തിലെ റുപ്യ എന്ന പദത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അടിച്ചമർത്തിയ വെള്ളി അല്ലെങ്കിൽ മനോഹരമായ രൂപം എന്നൊക്കെയാണ്. BC 7-ാം നൂറ്റാണ്ടിലെ പഞ്ച് മാർക്കഡ് നാണയങ്ങളിൽ നിന്ന് തുടങ്ങി 16-ാം നൂറ്റാണ്ടിൽ സൂരി സാമ്രാജ്യത്തിലെ ഷേർഷാ സൂരിയാണ് 178 ഗ്രെയിൻ തൂക്കമുള്ള റുപ്യ എന്ന് പറയുന്ന വെള്ളി നാണയം ആദ്യമായി ഔദ്യോഗികമായി വിപണിയിലെത്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാണയ വ്യവസ്ഥയുടെ ആണിക്കല്ല് ഇതാണ് എന്ന് പറയാം. 1770കളിൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, ബാങ്ക് ഓഫ് ബംഗാൾ തുടങ്ങിയ ബാങ്കുകൾ പുറത്തിറക്കിയ പ്രോമിസറി നോട്ടുകൾ കൊൽക്കത്ത, മദ്രാസ് തുടങ്ങിയ വൻ നഗരങ്ങളിലെ അപ്പർ കാറ്റഗറിക്ക് മാത്രമായിട്ടുള്ളതായിരുന്നു. എന്നാൽ 1861 പേപ്പർ കറൻസി ആക്ട് വഴി ബ്രിട്ടീഷുകാർക്ക് നോട്ടടിക്കാൻ സർവ്വ സ്വാതന്ത്ര്യമുള്ള അധികാരം വന്നു. അപ്പോൾ സാധാരണക്കാർ ഈ കടലാസ് നോട്ടൊക്കെ കീറിക്കളയുമോ എന്നൊരു ഭയം കൊണ്ട് 1-ൻ്റെയും 5-ൻ്റെയും നോട്ടുകൾക്ക് പകരം വെള്ളി നാണയങ്ങൾ മാത്രമാണെന്ന് നൽകിയത്. വലിയ നോട്ടുകളിൽ വിക്ടോറിയ രാജ്ഞിയുടെ ചിത്രവും പതിപ്പിച്ചു. 1914 ഒന്നാം ലോക മഹായുദ്ധമൊക്കെ ഉണ്ടായ സമയത്ത് ആയുധ നിർമ്മാണത്തിന് വെള്ളിയുടെ ക്ഷാമം വലിയതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെയാണ് 1917 നവംബർ 30 ഇന്ത്യയിൽ ആദ്യമായി 1 രൂപയുടെ പേപ്പർ നോട്ടൊക്കെ അവതരിപ്പിക്കുന്നത്. 1935 RBI സ്ഥാപിച്ച ശേഷം 1938 ജോർജ് 6-ാമൻ രാജാവിൻ്റെ ചിത്രമുള്ള ആദ്യ RBI നോട്ട് പുറത്തിറങ്ങുന്നു. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ബ്രിട്ടീഷ് രാജാവിന് പകരം സാരാനാഥിലെ അശോക സ്തംഭം നോട്ടിലെ പ്രധാന മുദ്രയായി വരുന്നു. പിന്നീട് കള്ളനോട്ടുകൾ തടയാനും ദൃശ്യപരമായിട്ടുള്ള സുരക്ഷ ശക്തമാക്കാനുമായി 96-ലാണ് മഹാത്മാഗാന്ധി സീരീസ് നോട്ടുകളൊക്കെ റിസർവ് ബാങ്ക് അവതരിപ്പിക്കുന്നത്. പേപ്പർ പെട്ടെന്ന് ചീത്തയാകുമെന്നുള്ളത് കൊണ്ട് തന്നെ കോട്ടൺ റാഗ് ഉപയോഗിച്ചിട്ടാണ് നോട്ട് സാധാരണ നിർമ്മിക്കുന്നത്. കാഴ്ച പരിമിതർക്ക് തൊട്ടറിഞ്ഞ് അതിൻ്റെ മൂല്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന പൊങ്ങി നിൽക്കുന്ന തരത്തിലുള്ള റേസ്ഡ് ഇങ്ക് അച്ചടി രീതിയും വെളിച്ചത്തിന് നേരെ പിടിച്ചാൽ നീല, പച്ച നിറങ്ങൾ മാറുന്ന ഭാരത് എന്നും RBI എന്ന് എഴുതിയ സിൽവർ ലൈനും അതേപോലെ ലെൻസ് വെച്ച് മാത്രം വായിക്കാൻ കഴിയുന്ന അത്ര ചെറിയ അക്ഷരങ്ങളിൽ അച്ചടിച്ച സുരക്ഷാ വരികളും ഈ വെളിച്ചത്തിലേക്കൊക്കെ ഉയർത്തിപ്പിടിച്ചാൽ മാത്രം കൃത്യമായി ഒത്തുചേരുന്ന 500, 200 തുടങ്ങിയ അക്കങ്ങളുടെ ഡിസൈൻ എന്നിവയൊക്കെ നമ്മുടെ കറൻസിയുടെ വലിയ പ്രത്യേകതകളായി നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു കറൻസി ഇന്ത്യൻ ഭരണകൂടവും RBIയും നൽകുന്ന ഉറപ്പിൻ്റെയും ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെയും വലിയൊരു പ്രതീകമായിട്ട് നിലകൊള്ളുകയാണ്. ഈ കോട്ടൺ യുഗത്തിൽ നിന്നാണ് ഇന്ത്യ ഇനി ആധുനിക പോളിമർ ടെക്നോളജിയിലേക്കും ഈ രൂപ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിലേക്കുമൊക്കെ ചുവടെടുത്ത് വെക്കുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ഒരൊറ്റ സാമ്പത്തിക വർഷത്തിൽ മാത്രം 2400 കോടിയിലധികം ചീത്ത നോട്ടുകളാണ് വിപണിയിൽ നിന്ന് പിൻവലിച്ച് നശിപ്പിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ഈ നോട്ടുകൾ ബാങ്കുകളിൽ നിന്ന് ശേഖരിക്കുവാനും സുരക്ഷിതമായി ട്രാൻസ്പോർട്ട് ചെയ്യുവാനും വ്യാജമല്ല എന്ന് ഉറപ്പുവരുത്തി മെഷീനിൽ നിട്ട് നശിപ്പിക്കുവാനും ഭീമമായിട്ടുള്ള തുക ചെലവാകും. നശിപ്പിച്ച കറൻസിക്ക് പകരം പുതിയ നോട്ടുകൾ അച്ചടിച്ച് വിപണിയിലേക്ക് എത്തിക്കുവാൻ വീണ്ടും കോടിക്കണക്കിന് രൂപയുടെ ചെലവാകുകയും ചെയ്യും. UPI വഴി മാസം ആയിരക്കണക്കിന് കോടി ഡിജിറ്റൽ ഇടപാടുകളൊക്കെ നടക്കുമ്പോഴും ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള പണത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമായി പറയാനുള്ളത്.
ഇപ്പോഴും നോട്ട് അച്ചടിക്കാനുള്ള ആകെ ചെലവിൽ 25% വാർഷിക വർധനമാണ് രേഖപ്പെടുത്തുന്നത്. 10, 20, 50 രൂപ പോലെയുള്ള ചെറിയ മൂല്യങ്ങളുള്ള നോട്ടുകൾ കച്ചവടക്കാരിലൂടെയും ബസ് യാത്രക്കാരിലൂടെയും നിരന്തരം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയുടെ ആയുസ് 1 വർഷത്തിൽ താഴെയായി ചുരുങ്ങി പോവുകയും ചെയ്യാറുണ്ട്. ഇന്ത്യൻ നോട്ടുകളൊക്കെ നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഉയർന്ന ഗുണനിലവാരമുള്ള 100% കോട്ടൺ റാഗ് പേപ്പറും പ്രത്യേക സെക്യൂരിറ്റി മഷിയും ഭൂരിഭാഗവും യൂറോപ്പിലെയും ജപ്പാനിലെയും ഒക്കെ കമ്പനികളിൽ നിന്നാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. നോട്ടുകളൊക്കെ അച്ചടിക്കേണ്ടി വരുമ്പോൾ ഈ കോടിക്കണക്കിന് ഡോളറുകളുടെ വിദേശ നാണ്യമാണ് ഇന്ത്യക്ക് ഈ ഒരു ആവശ്യത്തിനായിട്ട് ചെലവാകുന്നത്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളവും ഊർജവും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ നോട്ടുകളൊക്കെ കത്തിച്ച് കളയുമ്പോഴുണ്ടാകുന്ന കാർബൺ എമിഷനും പരിസ്ഥിതി ആഘാതവും വേറെ. സെക്യൂരിറ്റി ട്രക്കുകളിൽ ഈ പണം രാജ്യത്തുടനീളം എത്തിക്കുവാനുള്ള ഇന്ധന ചെലവും ബാങ്കിങ് മേഖലയ്ക്ക് വലിയൊരു ബാധ്യത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അശ്രദ്ധമായിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്നതിലൂടെ കേടുപറ്റുന്ന ഓരോ നോട്ടും രാജ്യത്തിൻ്റെ ഖജനാവിന് നൽകുന്നത് വലിയ സാമ്പത്തിക പ്രകരമാണ്. ഈ കൂറ്റൻ സാമ്പത്തിക ബാധ്യതയും വിദേശ നാണ്യ ചോർച്ചയും ഒഴിവാക്കാനാണ് RBI കോട്ടൺ നോട്ടുകൾക്കൊക്കെ പകരം കൂടുതൽ ആയുസുള്ള പോളിമർ നോട്ടുകളിലേക്ക് മാറാൻ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ രത്നച്ചുരുക്കം. നമ്മൾ കരുതുന്നത് പോലെ ഒരു ATM കാർഡുകൾ പോലെയൊക്കെ കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് അല്ല ഈ പോളിമർ നോട്ട് എന്ന് പറയുന്നത്. BOPP അഥവാ ബയാക്സിയലി ഓറിയന്റഡ് പോളിപ്രോപ്പിലിൻ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച വളരെ നേർത്തതും വഴക്കമുള്ളതുമായിട്ടുള്ള പ്ലാസ്റ്റിക് ഫിലിം ഉപയോഗിച്ചിട്ടാണ് ഇവ തയ്യാറാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നോട്ടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും സുതാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ പ്രിൻ്ററുകൾക്കോ കള്ളനോട്ട് സംഘങ്ങൾക്കോ ഒന്നും ഇത് കോപ്പി ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. വെള്ളം, ചായ, എണ്ണ, വിയർപ്പ് എന്നിവയൊന്നും ഈ നോട്ടിനെ ബാധിക്കുകയുമില്ല. സാധാരണ കോട്ടൺ നോട്ടുകളേക്കാൾ 2.5 മുതൽ 5 ഇരട്ടി വരെ കൂടുതൽ കാലം ഇത് നിലനിൽക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഉപയോഗശൂന്യമൊക്കെ ആയിക്കഴിഞ്ഞാൽ കത്തിച്ച് കളയാതെ ഉരുക്കി മറ്റു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ ആയിട്ട് മാറ്റാം എന്നത് തന്നെ മറ്റൊരു സവിശേഷതയായി പറയുന്നു. ഇന്ത്യയിൽ പ്ലാസ്റ്റിക് നോട്ടുകൾ അവതരിപ്പിക്കുന്നതിനായി റിസർവ് ബാങ്ക് നടത്തിയ ചരിത്രപരമായിട്ടുള്ള പരീക്ഷണങ്ങളുടെ പ്രധാനപ്പെട്ട പരീക്ഷണശാലകളിലൊന്ന് നമ്മുടെ കൊച്ചു കേരളം തന്നെയായിരുന്നു. 2013-14 കാലഘട്ടങ്ങളിൽ RBI 10 രൂപയുടെ 100 കോടി പോളിമർ നോട്ടുകൾ ഇന്ത്യയിലൊട്ടാകെ വിപണിയിൽ ഇറക്കി പരീക്ഷിക്കുവാനൊക്കെ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ അതിനായി ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 5 കാലാവസ്ഥാ മേഖലകളിൽ നിന്ന് 5 നഗരങ്ങളെ മാത്രമാണ് RBI ഈ ആവശ്യത്തിനായിട്ട് തിരഞ്ഞെടുത്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ട നഗരം നമ്മുടെ കൊച്ചിയായിരുന്നു കേട്ടോ. ഷിംല, ജയ്പൂർ, ഭുവനേശ്വർ, മൈസൂർ എന്നീ നഗരങ്ങളും ഈ ഒരു കൂട്ടത്തിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ഉയർന്ന അന്തരീക്ഷ ഈർപ്പം, ശക്തമായിട്ടുള്ള മഴ, കടലോരക്കാറ്റിൻ്റെ ഉപ്പിൻ്റെ അംശം എന്നിവ പോളിമർ നോട്ടുകളൊക്കെ താങ്ങാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി കൊച്ചിയേക്കാൾ മികച്ച ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ വേറെ ഇല്ലായിരുന്നത് കൊണ്ടാണ് ഈ സെലക്ഷൻ. മത്സ്യബന്ധന തുറമുഖങ്ങൾ, പച്ചക്കറി മാർക്കറ്റുകൾ, ബസ് യാത്രകൾ എന്നിങ്ങനെ നിരന്തരം പണം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇടങ്ങളിൽ ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ വിയർപ്പോ വെള്ളമോ തട്ടി ഒട്ടിപ്പിടിക്കുമോ, അതേപോലെ അക്ഷരങ്ങളൊക്കെ മാഞ്ഞു പോകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരീക്ഷിക്കാനാണ് കൊച്ചിയിലെ ജനങ്ങൾക്കിടയിലേക്ക് ഈ നോട്ടുകൾ ആദ്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നത്. കടുത്ത തണുപ്പിൽ നോട്ട് ഉറഞ്ഞു പോകുമോ എന്നറിയാനായിട്ട് ഷിംലയിലെയും അതേപോലെ തന്നെ കടുത്ത ചൂടിലൊക്കെ നോട്ട് ഉരുകി പോകുമോ എന്നറിയാൻ ജയ്പൂരിലും ഒരേ സമയം പരീക്ഷിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി പഠിക്കുകയായിരുന്നു RBIയുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ കറൻസി ചരിത്രത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക മാറ്റത്തിന് അടിത്തറയിട്ടത് കേരളത്തിലെ ഈ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിന്ന് ലഭിച്ച പ്രധാനപ്പെട്ട ഡേറ്റ ഉപയോഗിച്ചിട്ടാണ്. 1988 ഓസ്ട്രേലിയയിലാണ് ലോകത്ത് ആദ്യമായി ഈ രീതിയിൽ കറൻസി അവതരിപ്പിച്ചത്. അപ്പോൾ ഇതുവഴി ഓസ്ട്രേലിയ ബാങ്കിങ് മേഖലയിൽ ലാഭിച്ചത് 100 കോടി ഓസ്ട്രേലിയൻ ഡോളറാണ്. നിലവിൽ UK, കാനഡ, ന്യൂസിലൻഡ്, മാലദ്വീപ് തുടങ്ങി 60-ലധികം രാജ്യങ്ങൾ പ്ലാസ്റ്റിക് നോട്ടുകളിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ പോളിമർ നോട്ടുകളിലൊക്കെ ട്രാൻസ്പെറൻറ്റ് വിൻഡോകളോ നിറമാർന്ന ഹോളോഗ്രാമുകളോ ഒക്കെ നമുക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ സാധാരണ അച്ചടി മെഷീനുകളൊക്കെ ഉപയോഗിച്ച് കള്ളനോട്ടുകൾ ഉണ്ടാക്കുക എന്നത് അസാധ്യമാണ്. എണ്ണ, വെള്ളം, വിയർപ്പ്, അഴുക്ക് എന്നിവയെ പൂർണ്ണമായി പ്രതിരോധിക്കുമെന്നതും ബാക്ടീരിയയും അഴുക്കും പറ്റിപ്പിടിക്കാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ശുചിത്വമുള്ള നോട്ടുകളും ലഭിക്കും. ഉപയോഗശൂന്യമാകുന്ന പോളിമർ നോട്ടുകളൊക്കെ കത്തിച്ച് കളയാതെ ഉരുക്കി റീസൈക്കിളൊക്കെ ചെയ്ത് മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ ആക്കി മാറ്റാനും സാധിക്കും. ധാരാളം വെല്ലുവിളികളും ഇതിനോടൊപ്പം നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ATMകൾ, നോട്ട് എണ്ണുന്ന മെഷീനുകൾ, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകളൊക്കെ സെൻസറുകൾ, അതിൻ്റെയൊക്കെ സെൻസറുകൾ ഈ നോട്ടിന് അനുയോജ്യമായിട്ട് രീതിയിൽ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനായി കോടിക്കണക്കിന് രൂപ വീണ്ടും ചിലവാകുകയും ചെയ്യും.
അബദ്ധത്തിൽ വസ്ത്രങ്ങൾക്കൊപ്പം വെച്ച് അയൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയോ അതുമല്ലെങ്കിൽ ഉയർന്ന ചൂട് തട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ നോട്ടുകളും ചുരുങ്ങി പോകാനോ അല്ലെങ്കിൽ അതിന് രൂപമാറ്റം വരാനോ ഒക്കെ സാധ്യത ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊരു വലിയ വെല്ലുവിളി കൂടിയാണ്. നിർമ്മാണ സാങ്കേതിക വിദ്യയും പോളിമർ ഫിലിമും തുടക്കത്തിൽ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ വലിയ ചിലവ് ഇതിനുണ്ടാവും. പുതിയ പോളിമർ നോട്ടുകളൊക്കെ എത്തുമ്പോൾ എളുപ്പത്തിൽ വഴുതി പോകുവാനും ഒട്ടിപ്പിടിക്കുവാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. കൂടാതെ മടക്കി വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ അത് വീണ്ടും നിവർന്നു വരാനുള്ളൊരു പ്രവണത കൂടുതലായിരിക്കുമെന്നും ഒരു അഭിപ്രായം പറയുന്നുണ്ട്. സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതിലും വ്യാജ നോട്ടുകൾ തടയുന്നതിലും പോളിമർ കറൻസി എപ്പോഴും മുന്നിൽ തന്നെയാണ് എങ്കിലും ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യത്ത് ATM മെഷീനുകൾ ഉൾപ്പെടെയുള്ള ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ സജ്ജമാക്കുക എന്നതാണ് RBIയുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സോഷ്യൽ മീഡിയയിലും അതേപോലെ നമ്മൾ കാണുന്ന ദൃശ്യമാധ്യമങ്ങളിലുമെല്ലാം വലിയ ചർച്ചകളും തെറ്റായ വാർത്താ പ്രചരണങ്ങളൊക്കെ ഉണ്ടായി. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് ഈ തെലുങ്ക് നടനും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയും ജനസേന പാർട്ടി അധ്യക്ഷനുമായിട്ടുള്ള പവൻ കല്യാണുമായി ബന്ധപ്പെട്ട ചില റൂമറുകളാണ്. ഈ വിവാദങ്ങളുടെയൊക്കെ തുടക്കം 2014 ഓഗസ്റ്റിലാണ് സംഭവിക്കുന്നത്. പവൻ കല്യാൺ ജനസേന പാർട്ടി രൂപീകരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില ആരാധകർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ഒരു ചിത്രമാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു തുടക്കം ഉണ്ടാക്കുന്നത്. 50 രൂപയുടെ കറൻസി നോട്ടിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രമുള്ള ഭാഗത്ത് പവൻ കല്യാണിൻ്റെ ചിത്രമൊക്കെ മോർഫ് ചെയ്തു വെച്ചുകൊണ്ട് ആരാധകർ ഒരു പോസ്റ്റ് ചെയ്തു. അപ്പോൾ ആ ചിത്രത്തോടൊപ്പം ഇങ്ങനെ ഒരു ക്യാപ്ഷൻ: 50 വർഷം മുൻപാണ് പവൻ കല്യാൺ ജനിച്ചിരുന്നത് എങ്കിൽ ഗാന്ധിജിക്ക് പകരം അദ്ദേഹത്തിൻ്റെ ചിത്രമായിരിക്കും കറൻസിയിൽ ഉണ്ടാവുക എന്നൊരു ക്യാപ്ഷൻ. ഇത് ഭയങ്കര വൈറലാവാനും ചില കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കറൻസി നോട്ടുകളിൽ ഗാന്ധിജിയെ മാത്രം ഉൾപ്പെടുത്തുന്നതിന് പകരം ഇന്ത്യയിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അതേപോലെ ചരിത്ര സ്മാരകങ്ങൾക്കും പ്രാധാന്യം നൽകണമെന്ന് ഇതേ പവൻ കല്യാൺ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പല നേതാക്കളും ഇതേപോലുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ നോട്ടുകളിലെ ലക്ഷ്മി, ഗണപതി പോലെയുള്ള ദൈവങ്ങളുടെയൊക്കെ ചിത്രം വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ചില നേതാക്കന്മാർ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ ചിത്രം വേണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയെയും ദേശീയ കറൻസിയെയും അപമാനിച്ചു എന്നാരോപിച്ച് ബി രാജു എന്ന് പറയുന്ന ഒരു വ്യാപാരിയും ഏതാനും അഭിഭാഷകരും ഒക്കെ ചേർന്ന് ഹൈദരാബാദിലെ LB നഗർ പോലീസ് സ്റ്റേഷനിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തു. പവൻ കല്യാണിന്റെ അറിവോടെ അല്ല ഈ ചിത്രം പ്രചരിപ്പിച്ചതെങ്കിൽ അദ്ദേഹത്തിന് ഇതിൽ നേരിട്ട് കുറ്റമൊന്നും ഉണ്ടാകില്ല എന്നും ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച ആരാധകരാണ് കുറ്റക്കാരെന്നുമുള്ള നിയമോപദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് കിട്ടിയത്. അപ്പോൾ ഇതോടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് ടീം രംഗത്തെത്തുകയാണ്. എക്സിലൂടെ തന്നെ PIB ഇത് പൂർണ്ണമായും വ്യാജ വാർത്തയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. നോട്ടുകളിൽ നിന്ന് ഈ മഹാത്മാഗാന്ധിയുടെ ചിത്രം മാറ്റാനോ അതിൻ്റെ ഡിസൈനിൽ ആ രീതിയിലുള്ളൊരു മാറ്റങ്ങളൊന്നും വരുത്താനോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് യാതൊരു തരത്തിലുമുള്ള പദ്ധതിയില്ല എന്ന് കേന്ദ്രം വളരെ ഔദ്യോഗികമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുകയും ചെയ്തു. സച്ചിൻ ടെണ്ടുൽക്കറുടെ 99ാം സെഞ്ചുറിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ചിത്രം കറൻസിയിൽ ചേർത്തതും രജനീകാന്തിൻ്റെ ചിത്രം 50 കോടി രൂപയുടെ വ്യാജ നോട്ടിൽ ചേർത്തതുമൊക്കെ സമാനമായിട്ടുള്ള രീതിയിൽ ആരാധകർ മുൻപ് പങ്കുവച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത്. ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോസ്റ്ററുകളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ഒക്കെ സത്യമാണോ എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ അത് പ്രചരിപ്പിക്കുവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയാനായിട്ട് PIBയുടെ ഔദ്യോഗിക വിശദീകരണം എന്താണ് എന്ന് നോക്കാൻ ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പുതിയ പ്ലാസ്റ്റിക് രൂപ വരുന്നതോടെ ഓരോ വർഷവും വിദേശത്തേക്ക് ഒഴുകുന്ന കോടിക്കണക്കിന് വിദേശ നാണ്യങ്ങളൊക്കെ സംരക്ഷിക്കുവാനും കള്ളനോട്ടുകളുടെ വേരൊക്കെ അറുത്തു മാറ്റുവാനും നമ്മുടെ ഖജനാവിന് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കാനും സാധിക്കും. UPI ഡിജിറ്റൽ വിപ്ലവം ഒരു വശത്ത് കുതിച്ചു പായുമ്പോൾ നമ്മുടെ പോക്കറ്റിലെ ഫിസിക്കൽ ക്യാഷിനെ കൂടുതൽ ശക്തവും സുരക്ഷിതവുമാക്കുക എന്നൊരു തന്ത്രപരമായിട്ടുള്ള ചുവടുവയ്പ്പിലാണ് RBI ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ ATM റീകാലിബ്രേഷൻ ചെലവുകൾ ഉയർന്നതൊക്കെ ആണെങ്കിൽ കൂടിയും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് റിസർവ് ബാങ്കിന് കോടികളുടെ ലാഭവും സാമ്പത്തിക സുരക്ഷയും ഉണ്ടാക്കുമെന്നത് തീർച്ചയാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു മാറ്റത്തിന് കാത്തിരിക്കുന്നുണ്ടോ? അതോ നിലവിൽ കോട്ടൺ നോട്ടുകൾ തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അപ്പോൾ ഇത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. സാമ്പത്തിക ശാസ്ത്രവും വിജ്ഞാനപ്രദവുമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള മികച്ച ചരിത്ര സാമ്പത്തിക വിശകലനങ്ങൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയും ചെയ്യുക.
അപ്പോൾ ഇതേപോലെ വിജ്ഞാനപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാമെന്ന് വാക്ക് നൽകുന്നു. അൻറ്റിൽ ദെൻ സ്റ്റേ ട്യൂൺ ടു മൈ സയൻസ് ഗാരേജ്.